ഇപ്പോൾ ബന്ധങ്ങൾ നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെടാറുണ്ട്. ഇപ്പോൾ സൗഹൃദമാവാം, പ്രണയമാവാം, മറ്റേത് തരം ബന്ധമാകാം, പിണങ്ങി മാറാറുണ്ട്. അങ്ങനെ നഷ്ടപ്പെടുന്ന അത്തരത്തിൽ നഷ്ടപ്പെടുന്ന ബന്ധങ്ങളെ ഓർത്തിട്ട് നമ്മൾ വിഷമിക്കുന്നതിൽ കാര്യമുണ്ടോ? നമ്മുടെ ഭാഗ്യത്തെ പറ്റിയും കൂടെ നമ്മൾ ആലോചിക്കണം. നമ്മൾ ചില സാഹചര്യങ്ങൾ, നമ്മൾ ചില ബന്ധങ്ങൾ നമ്മൾ വേണ്ട എന്ന് വയ്ക്കേണ്ട സാഹചര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ അത് കുടുംബ ബന്ധം തന്നെയാവാം, ചിലപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമായിരിക്കും ഒഴിവാവുക, ചിലപ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്താവാം, ചിലപ്പോൾ സ്വന്തം മകനെ തന്നെ തള്ളി പറയുന്ന കാലഘട്ടങ്ങൾ വന്നിട്ടുണ്ടാവാം. ബന്ധങ്ങൾ നശിക്കുമ്പോൾ ആ നാശത്തിൻ്റെ പുറകെ പോയതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കെന്ത് നേട്ടം എന്നുള്ളൊരു കാര്യമുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ ബന്ധുക്കളായിട്ടുള്ള ബന്ധങ്ങൾ, അച്ഛൻ, അമ്മ, മകൻ, മകൾ, ഏട്ടൻ, അനിയത്തി എന്നൊക്കെ പറയുന്ന ബന്ധങ്ങൾ, അത് ആ ഒരു രക്തബന്ധത്തിൻ്റെ വാല്യുവിൽ നിന്ന് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ആ ബന്ധങ്ങൾ നമുക്ക് നഷ്ടപ്പെടാതെ നമുക്ക് നോക്കാം. ഭാര്യയും ഭർത്താവുള്ള ബന്ധം രക്തബന്ധം അല്ലെങ്കിൽ പോലും അവിടെ ഒരു എന്താ പറയുക, വേറൊരു തലമുറയ്ക്ക് തുടക്കം കുറിക്കാനുള്ള ഒരു റിലേഷൻ്റെ ഒരു വലിയ ബാധ്യതയാണ്. അല്ലെങ്കിൽ ഒരു പുതിയ തലമുറയ്ക്ക് അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ആ ഒരു ബന്ധവും നിലനിൽക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾക്ക് നമ്മൾ പരസ്പരം കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റിൽ നമ്മൾ അത് കൊടുക്കുക. അവിടെ നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാതെ ആവശ്യമില്ലാത്തതിൽ നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നല്ല വശങ്ങളിൽ കൂടുതൽ ജീവിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ബന്ധങ്ങൾ പോകും. അല്ലാതെയുള്ള ബന്ധങ്ങൾ, അതായത് ഫ്രണ്ട്ഷിപ്പ് പോലെയുള്ള ബന്ധങ്ങളിൽ പലതരത്തിലുള്ള ബന്ധങ്ങൾ നമുക്ക് സമൂഹത്തിന് വേണ്ടി വരും. നമുക്ക് ഒരാൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ടതായിരുന്നു എന്ന് നമ്മൾ വിചാരിച്ച ഒരു സുഹൃത്ത് നമുക്കുണ്ട്. ആ സുഹൃത്ത് ഒരു കുറച്ച് കാലം കഴിയുമ്പോഴാണ് നമ്മൾ അങ്ങോട്ട് എത്ര തവണ വിളിച്ചിട്ട് പോലും അയാൾ ഫോണെടുക്കാൻ തയ്യാറാവുന്നില്ല. അയാൾ വിളിക്കുമ്പോൾ അവസാനം ഫോൺ എടുത്തു കഴിയുമ്പോൾ തിരിച്ചിങ്ങോട്ടുള്ള സംസാരത്തിന് ഒരു മിനിമം റെസ്പെക്റ്റ് പോലും തരുന്നില്ല. കാരണം പണ്ട് നമ്മുടെ കൂടെ അത്രയും അറ്റാച്ച്ഡായിട്ട് കഴിഞ്ഞിരുന്ന ഒരാളാണ്. ഇയാളെന്താണ് ഇങ്ങനെ പെരുമാറണമെന്ന് തോന്നിയാൽ ആ അദ്ദേഹത്തിന് നമ്മളെ വേണ്ട എന്ന് തോന്നുന്ന അവസരത്തിൽ നമ്മൾ ദുഃഖിച്ച് നിൽക്കേണ്ട കാര്യം എന്താണുള്ളത്? ആ നമ്മളെ വേറൊരാൾക്ക് വേണ്ട എന്ന് തോന്നുന്ന ആ ഒരു സാഹചര്യം, ആ സാഹചര്യത്തിൽ നമുക്ക് ഒരു കാര്യം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്ത് മാത്രം 140 കോടിയിലേറെ ജനങ്ങളുണ്ട്. ഈ ഒന്ന് പോയാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അതിലും കൂടുതൽ നല്ല ബന്ധങ്ങൾ പിടിക്കാൻ പറ്റും. അപ്പോൾ എന്നെ നിങ്ങൾക്ക് വേണ്ട എങ്കിൽ കുഴപ്പമില്ല, ഞാൻ വേറെ ആളെ വിളിച്ചോളാം. ഞാനായിട്ട് നിങ്ങളെ വേണ്ടാന്ന് വയ്ക്കില്ല. കാരണം വേണ്ടുന്നുണ്ട്, എനിക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പക്ഷേ നിങ്ങളായിട്ടാണ് എന്നെ വേണ്ടാന്ന് വയ്ക്കുന്നതെങ്കിൽ, വേണ്ട എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ, വളരെ സന്തോഷമേ ഉള്ളൂ. കാരണം വേണ്ടുന്നുണ്ട്, എനിക്ക് ആ ഒരാൾക്ക് വേണ്ടി പിന്നെ ടെൻഷൻ അടിക്കേണ്ട.